ബിഹൈൻഡ് ദ ഫാക്ടറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. നമ്മളേവർക്കും വളരെയധികം പ്രിയപ്പെട്ട ഒന്നാണ് കിൻഡർ ജോയ്. കിൻഡർ ജോയ് എന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും എന്നും ഒരു വികാരമാണ്. ഇന്നത്തെ വീഡിയോയിൽ എപ്രകാരമാണ് കിൻഡർ ജോയ് ഫാക്ടറിയിൽ മാനുഫാക്ചർ ചെയ്യുന്നത് എന്നുള്ളതാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. നിങ്ങളേവരും കിൻഡർ ജോയ് എപ്രകാരമാണ് ഫാക്ടറിയിൽ മാനുഫാക്ചർ ചെയ്യുന്നത് എന്ന് കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാവാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. കിൻഡർ ജോയ് നിർമ്മാണത്തിലെ ആദ്യത്തെ ഘട്ടം എന്നുള്ളത് കിൻഡർ ജോയുടെ ക്രീം തയ്യാറാക്കലാണ്. അതിനായി കൊക്കോയും ബട്ടറും ഷുഗറും ചെയ്ത് മിശ്രിതം ഉണ്ടാക്കുന്നു. ഇതേ സമയം തന്നെ അതിൻ്റെ അകത്ത് വെക്കുവാനുള്ള എഗ്സും ചോക്ലേറ്റ് കൊണ്ട് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഈ എഗ്സ് മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടി ഒരു സീക്രട്ട് റെസിപ്പി കിൻഡർ ജോയ് ഉപയോഗിക്കുന്നുണ്ട്. അത് ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. ഇതേ സമയം തന്നെ അതിൻ്റെ ഉള്ളിലെ ചോക്ലേറ്റ് കൊണ്ടുള്ള ആ ലെയറും മാനുഫാക്ചർ ചെയ്യുന്നു. കൊക്കോയും ബട്ടറും മിൽക്ക് പൗഡറും കൂടി ചേർത്ത് ക്രീം തയ്യാറാക്കുന്നു. ക്രീം തയ്യാറാക്കിയതിന് ശേഷം അടുത്ത ഘട്ടം എന്നുള്ളത് അതിൻ്റെ അകത്ത് വെക്കുവാനുള്ള എഗ്സ് മാനുഫാക്ചർ ചെയ്യുകയാണ്. അതിനായി ഗോതമ്പ് പൊടിയും കൊണ്ടുണ്ടാക്കിയ ചെറിയ ചെറിയ റോൾസ് ചോക്ലേറ്റ് മിക്സ് ചെയ്യുവാനായി ഒരു മെഷീനിലേക്ക് കയറ്റി വിടുകയാണ്. ഗോതമ്പും കൊണ്ടുള്ള ചെറിയ റോൾസ് കയറ്റി വിട്ടതിന് ശേഷം അല്പസമയത്തിന് ശേഷം ചോക്ലേറ്റ് മിശ്രിതവും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ഇവിടെ വെച്ചാണ് ഈ റോൾസിൽ ചോക്ലേറ്റ് മിക്സ് ആവുന്നതും അങ്ങനെ എഗ്സ് തയ്യാറാകുന്നു. കിൻഡർ ജോയ് നിർമ്മാണത്തിലെ അടുത്ത ഘട്ടം എന്നുള്ളത് കിൻഡർ ജോയുടെ ഷെൽ നിർമ്മാണമാണ്. ഷെൽ നിർമ്മിക്കുവാനായി മൗൾഡിലേക്ക് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുകയും ഡ്രയറിലൂടെ കടത്തിവിട്ട് അത് ഉണക്കുകയും ചെയ്യുന്നു. അതിനുശേഷം നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ക്രീം അതിലേക്ക് ഒഴിക്കുന്നു. അതിനുശേഷമാണ് എഗ്ഗ് കിൻഡർ ജോയിയുടെ മൗൾഡിലേക്ക് പ്ലേസ് ചെയ്യുന്നത്. എഗ്ഗ് പ്ലേസ് ചെയ്ത ശേഷം അതോടൊപ്പം തന്നെ കിൻഡർ ജോയുടെ കൂടെ ലഭിക്കുന്ന സ്പൂണുകളും കൂട്ടി വയ്ക്കുന്നുണ്ട്. അതിനുശേഷമാണ് പാക്കിങ്ങിലേക്ക് കടത്തിവിടുന്നത്. ഇതേ സമയം ഫാക്ടറിയുടെ വേറൊരു വശത്ത് കിൻഡർ ജോയിൽ ഉൾപ്പെടുത്തുവാനുള്ള ഗിഫ്റ്റ് മാനുഫാക്ചർ ചെയ്യുകയും അവ കിൻഡർ ജോയുടെ മറുവശത്തേക്ക് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. പാക്കിങ്ങിന് മുമ്പാണ് ഈ രണ്ട് സൈഡും കൂട്ടിച്ചേർത്ത് കിൻഡർ ജോയ് ആയി മാറുന്നത്. ഇന്നത്തെ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. ഇതുപോലൊരു യൂസ്ഫുൾ വീഡിയോയുമായി നാളെ ഞാൻ വീണ്ടും വരുന്നതാണ്. വീഡിയോ അവസാനം വരെ കണ്ടതിന് നന്ദി.